ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയ്ക്ക് ആവശ്യമായ എരിശ്ശേരിയാണ്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് ചേന അരിഞ്ഞത് 1/4 കിലോ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം. വാഴയ്ക്ക ഒരെണ്ണം അരിഞ്ഞത്. സാമ്പാറിന് അരിയുന്ന പോലെയാണ്, ചതുരത്തിലാണ് അരിയേണ്ടത്. പിന്നെ മത്തങ്ങ 250 അരിഞ്ഞത്. പിന്നെ വൻപയർ 1/2 കപ്പ് എടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് അത് ഉപ്പ് മാത്രം ഇട്ടിട്ട് കുക്കറിൽ 4 വിസിലടിച്ച് വേവിച്ചെടുക്കുക. പിന്നെ തേങ്ങ, അരപ്പിനാവശ്യമുള്ള തേങ്ങ, അരപ്പിനാവശ്യമുള്ളത് 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു പച്ചമുളക്. വറുക്കാനാവശ്യമുള്ള തേങ്ങ. പിന്നെ പച്ചക്കറി വേവിക്കുമ്പോൾ ഇടേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. പിന്നെ വറവിനാവശ്യമായ കറിവേപ്പില, ഉണക്കമുളക് 3 എണ്ണം, ഉപ്പ് 1 ടീസ്പൂൺ, വെള്ളം 1 കപ്പ്. ഇനി നമുക്ക് എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചേനയും വാഴയ്ക്കയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് വെച്ചത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, വെള്ളം. പച്ചക്കറികൾ 1/4 ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. മത്തങ്ങ ഇപ്പോൾ ചേർത്തിട്ടില്ല. മത്തങ്ങയ്ക്ക് കുറച്ച് വേവ് കുറവായതുകൊണ്ട് ഈ ചേനയും വാഴയ്ക്കയും കുറച്ച് പകുതി വെന്തിട്ട് മത്തങ്ങ ചേർത്താൽ മതിയാവും. പൊടികളും വെള്ളവും പച്ചക്കറിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ബാക്കി ചേനയും വാഴയ്ക്കും പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് മത്തങ്ങയും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഉപ്പും മസാലയൊക്കെ മത്തങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത് ചേർക്കുക. അരപ്പ് നന്നായിട്ട് കഷ്ണങ്ങളിൽ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് പാകത്തിന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ പൊടിയുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കണം. അടിയിൽ പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അരപ്പ് പാകത്തിന് വെള്ളമൊക്കെ വറ്റിയിട്ട് കഷ്ണങ്ങളിലൊക്കെ അരപ്പ് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കി എടുക്കാം. വറവുണ്ടാക്കാനായി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കും. തേങ്ങ വറക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വറക്കണം, അല്ലെങ്കിൽ ഒരേപോലെ ആയി കിട്ടില്ല. തേങ്ങ ഏകദേശം വറവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളറായാൽ നമുക്ക് അത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഈ പാകമായാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ എരിശ്ശേരിക്ക് ചെറിയ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. തേങ്ങ പാകത്തിന് വറവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എരിശ്ശേരിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വറവ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ
എരിശ്ശേരി കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.